പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം. കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 3 ക്ലാസ് റൂം, അസംബ്ലി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ബാച്ചുകൾക്ക് പുറമെ ഈ വർഷം പുതിയതായി അനുവദിച്ച കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലായി 905 കുട്ടികൾ ഇവിടെ അധ്യയനം നടത്തി വരുന്നു. പുതിയതായി അനുവദിച്ച ബാച്ചുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എങ്കിലും കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കകം താൽക്കാലിക ക്ലാസ് മുറികൾ ഒരുക്കി അധ്യയനം ആരംഭിക്കുകയായിരുന്നു. എല്ലാ കുട്ടികൾക്കും യൂണിഫോം വിതരണം പൂർത്തീകരിച്ചു. ഇനി പുതിയതായി അനുവദിച്ച ബാച്ചുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ 4 ക്ലാസ് മുറികളും ആൺകുട്ടികൾക്ക് ടോയ്ലറ്റും ആവശ്യമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കുന്ന സ്കൂളുകളുടെ പട്ടികയിൽ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയും ഇടം നേടിയത് അഭിമാനകരമായ നേട്ടമാണ്. തുടർന്നും ഈ നേട്ടം നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ വിജയപേരി വിജയോത്സവ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചതായും ബന്ധപ്പെട്ടവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് CK ജയകുമാർ, SMC ചെയർമാൻ മുഹമ്മദ് ബഷീർ TK, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P മുഹമ്മദ് അലി പൊറ്റാരത്ത്, K രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് K ഷജീറ, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് K റീന, പ്രിൻസിപ്പൽ ഇൻചാർജ് KR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുകളിൽ ഗ്രൗണ്ടിൻ്റെ നല്ല രീതിയിൽ പ്രയാസം, അസംബ്ലി ഇവിടെ പ്രയാസം, സ്പോർട്സ് നടത്തുന്ന സമയത്ത് ചില ഉണ്ടാക്കിയിട്ടാണ് ഒരു അസംബ്ലി ഹാള് അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപ അതിൻ്റെ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി നമുക്ക് അനുവദിക്കുകയും ചെയ്ത് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെറിയ പണികളും ബാക്കിയില്ല. ഇത് ചുറ്റുപാടായി. അപ്പം അതിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂളിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് IED ബിൽഡിംഗ്. IED ബിൽഡിംഗ് എന്നാണ് അതിനെ പറയുക. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. അതിൻ്റെ മുകളിൽ 3 ക്ലാസ് റൂമുകളുടെ പണി മുമ്പേ നടക്കേണ്ടതായിരുന്നു, ബ്ലാങ്കായിട്ട് കിടക്കുക. ഇപ്പോൾ 5ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ എപ്പോഴും രക്ഷിതാവിന് എപ്പോഴും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെയർ തന്നെയാണ് വേണ്ടത്. യാത്രാ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ 1 വർഷം ഈ ഏരിയയിലെ നമ്മുടെ വാഹനം ഒന്ന് നിന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ ദിവസം 2000 രൂപയ്ക്ക് റെൻറ്റിനെടുത്തിട്ടാണ് ആ ഏരിയ കവർ ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് സാധിക്കാത്തത് കൊണ്ടാണ് ഒന്ന് നിർത്തിയത്. അപ്പോൾ അതിനെ മറികടക്കാനാണ് നമ്മൾ ഈ ചലഞ്ചിലൂടെയൊക്കെ കിട്ടിയ അധ്യാപകരുടെയൊക്കെ സഹകരണത്തോട് കിട്ടിയ ഈ പൈസ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കുകയും അതിപ്പോൾ ഉള്ളോട്ടുള്ള ഏരിയകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. മിക്കവാറും അടുത്ത വർഷം ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഉള്ള സ്കൂളുകളിൽ ആയിരുന്നു ഈ സ്കൂള്. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ചരിത്രമുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ, അതുപോലെ ഹ്യൂമാനിറ്റീസിൽ മുൻകൊല്ലങ്ങളിലൊക്കെ 100% കിട്ടിയ വിജയമുള്ള ഏക ഗവൺമെന്റ് സ്കൂള്, ഈ പരിസരങ്ങളിലെ ഏക ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള ഖ്യാതിയൊക്കെ മുൻകൊല്ലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അഡീഷണൽ ബാച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാല് നമ്മളുടെ ഈ റിസൾട്ട് കുറയാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇപ്പൊ. പിന്നെ കുറ്റിപ്പുറം സ്കൂളിനാണെങ്കിൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് ഡിമാൻഡ് യാതൊരു കുറവുമില്ല. എന്തെന്നാലും ഇപ്പൊ അത് 8 ക്ലാസ് ഇപ്പൊ +1 ആയപ്പോ പോലും നമുക്ക് എല്ലാം ഫില്ലായൊക്കെയാണ്.